ചില ആൾക്കാരുടെ ധാരണ പെന്തിക്കോസ് വന്ന ഉടനെ ഉണങ്ങിയ ഭാവിയെ വെള്ളത്തിൽ മുക്കി നനഞ്ഞ ഭാവിയാക്കിക്കൊണ്ട് വെച്ചു. പെന്തിക്കോസ് വന്നാൽ ഒന്നും രക്ഷപ്പെടുകയല്ല. പെന്തിക്കോസ് വന്നാൽ പെന്തിക്കോസായിട്ട് നിൽക്കണം. സ്തോത്രം. പണ്ട് കാനോച്ച പറയുമായിരുന്നു, കോഴിക്കോട്ട് പാപം ചെയ്തവനെ തീവണ്ടിയെ കയറ്റി കോയമ്പത്തൂരോട്ട് വിട്ടാവല്ലോ, സ്ഥലം മാറിയെന്നല്ലാതെ. പ്രസംഗിക്കുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും. അപ്പൊ അച്ഛൻ പറഞ്ഞത് കളവെടുക്ക. അച്ഛൻ പറഞ്ഞത് ഭാവിക്ക് വണ്ടിയെ കയറ്റി വിടണ്ട, ഭാവത്തെ വണ്ടിയെ കയറ്റി അങ്ങ് വിട്ടാൽ മതി. പുള്ളി അവിടെ കോഴിക്കോട്ട് നിൽക്കണ്ട. വെറുതെ എന്തിനാ ടിക്കറ്റ് എടുത്ത് പുള്ളിയെ കോയമ്പത്തൂരോട്ട്? അദ്ദേഹം കോഴിക്കോട്ട് നിൽക്കട്ടെ, പാപത്തിന് വണ്ടി കയറ്റി വിടില്ല. ഈ പെന്തിക്കോസി വന്ന രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബദ്ധമാണ്. നീ പെന്തിക്കോസി വന്നത് കൊണ്ട് കാര്യമില്ല, നല്ല പെന്തിക്കോസായിട്ടിരിക്കണം. സ്തോത്രം. എങ്കിലും രക്ഷപ്പെടും. ഇല്ല പിന്നെ പറയാം, ഞാൻ വന്നിട്ട് 37 കൊല്ലമായി, ഞാൻ വന്നിട്ട് 48 കൊല്ലമായി, സ്തോത്രം 60 വർഷമായി ഞാൻ ഇങ്ങനെ എന്തിനിങ്ങനെ ആണ്ടാ കോട്ടയത്ത് ടൗണിലും PT ചാക്കോ നിൽപ്പുണ്ട്. കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ദൈവത്തിന് മഹത്വം. അവൾ ഈ പെട്ടകം ഇങ്ങോട്ട് കൊണ്ടുവന്ന് പോർക്കളത്തിൽ കൊണ്ടുവന്ന് യുദ്ധത്തിന് ഭീമന്മാരുടെ ചിന്ത ഇത് വന്ന ഉടനെ ജയം കിട്ടുവാണ്. ഇതൊന്നും വന്നാൽ ജയം കിട്ടില്ല. അത് ഞാൻ അധികം വിവരിക്കുന്നില്ല. ദാവീദ് സങ്കീർത്തന എഴുതാനുള്ള പശ്ചാത്തലമായി പറഞ്ഞു വരുന്നത്. അവസാനം പെട്ടകം പരിസ്ഥിതി പിടിച്ചെടുത്തു. ഏലിയുടെ 2 പിള്ളേരും തട്ടുകൾ വെച്ച് തീർന്നു. ഒടുവിൽ ഫിലിസ്തീനദേശത്ത് കൊണ്ടുപോയി ദാഗോന്റെ ക്ഷേത്രത്തിൽ വെച്ചു. അയാൾ ഉമ്മായിരുന്നവനാ ഉരുട്ട് വീണു. ഓരോ നാശവും അയാളോടെ വെറുതെ ഇരിക്കുക. അയാളെ തള്ളി താഴെ ഇട്ടു. പണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു അടക്കം നടന്നപ്പം അന്നത്തെ കാലം ബാൻഡ് സെറ്റ് ഉണ്ട്. മിറ്റത്തും പരിസരത്തുമെല്ലാം ആള് തോടുമൊക്കെ ഉണ്ടല്ലോ. അപ്പം തോട് ചെറിയ പാലമുണ്ട്. പാലത്തിൽ ആളെന്ന് നിൽക്കുക. അവിടെ കൂട്ടുകാർക്ക് പരിചയം. അപ്പൊ ഇങ്ങനെ ഒരമ്മ പാലത്തിൽ ഇങ്ങനെ നിൽക്കുക. അപ്പം ബാൻഡ് സെറ്റുകാർ വന്ന കാര്യം തള്ളച്ചറിഞ്ഞില്ല. ഡെഡ് ബോഡി എടുക്കുന്ന സമയത്ത് ബാൻഡ് സെറ്റുകാർ ഒരു ഊതും ഒരടിയും കൂടെ തള്ളപ്പെട്ടത് തോട്ടിപ്പോയി. അത് ഭൂ നോക്കിയപ്പോ തള്ളതാ തോട്ടില്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ പെട്ടകം കൊണ്ടുവന്ന് ഊതും ചാട്ടവും തുടങ്ങി ഫിലിസ്തീനെ പിടിച്ചോണ്ട് പോയി. ദാഗോൻ താഴെ വീണു. അയാളെടുത്ത് പിന്നെ നേരെ ഇരിക്കാൻ മേല. അയാളുടെ കാര്യമൊന്നും പുള്ളിക്ക് അങ്ങനെയാണല്ലോ. അതിൽ നിന്ന് തുണി പിടിപ്പിക്കുകയോ ഇരുത്തുകയോ ഒക്കെ ചെയ്യണം. എനിക്ക് തന്നെ ഒന്നും ചെയ്യാൻ ദാഗോന്റെ കാര്യം ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്ത് നോക്കുന്നത്? പിറ്റേ ദിവസം അയാളുടെ കഴിവല്ല ഒളിഞ്ഞ് പറഞ്ഞ് പോയി. അവര് പറഞ്ഞ എന്നെ പൊന്നച്ചായി കോൾ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ദൈവം വെറുതെ ഇരിക്കുക. ഇന്നലെ താഴെ വീണ് ഇന്ന് അയാളുടെ കൈ പോയി. ഇനി മിക്കാറ് ഞങ്ങളുടെ തല പോകാനാ സാധ്യത. ദൈവത്തിന്റെ തല പോയി പിന്നെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ അവര് 5 എലി 5 മൂലക്കുരു ചെല്ലം, കാരണം മൂലക്കുരു ബാധിച്ചു. ഇത് കൊണ്ടുപോയി ചുരുക്കി പറഞ്ഞാൽ ഇത് കൊണ്ടുവന്ന് കുന്നിന്മേൽ ഭാര്യ യഹൂദയിൽ അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ട് കയറ്റി ദീർഘകാലം ഓടിക്കുന്നു. 7 നാളുകൊണ്ട് ഈ പട്ടണത്തെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ശൗലിന്റെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ. ശൗലിന്റെ കാലത്ത് ഞാനെപ്പോഴും പറയുന്ന ഇതിനകത്ത് 3 കാര്യമാണ്. പെട്ടകത്തിനകത്ത് മന്നായിട്ട് വെച്ച പാത്രം, അതിനോട് തളർത്ത വഴി, നിയമത്തിന്റെ ഇതാരും ഗണ്യമാക്കുന്നില്ല. ആരും ഗണ്യമാക്കുന്നില്ല. നിയമത്തിന്റെ കൽപ്പന ഗണ്യമാക്കുന്നില്ല. ഈ വേറെ എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലാതെ ഇതിനകത്തുള്ളതൊന്നും ഒന്നും ഗണ്യമാക്കുന്നില്ല. അത് വലിയ പുതിയ ബൈബിൾ ഇറങ്ങിയിട്ടുണ്ടോ? ഗിൽറ്റിട്ടത്
എടാ കിറ്റിടുകയോ കിറ്റിടാതിരിക്കോ രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് എഴുതിയത് നീ ഗണ്യമാക്കുന്നുണ്ടോ? വലിയ അക്ഷരത്തിന്റെ കിട്ടുമോ? ഒരു വശത്ത് ഇംഗ്ലീഷ്, ഒരു വശത്ത് മലയാളം, അത് കിട്ടുമോ? മുഴുത്ത ബൈബിള് കിട്ടിയത് കൊണ്ടോ, വലിയ അക്ഷരമുള്ളത് എഴുതിയത് കിട്ടിയത് കൊണ്ടോ, ഗിൽത്തിട്ടത് കിട്ടിയത് കൊണ്ടോ, സിപ്പുള്ളത് കിട്ടിയത് കൊണ്ടോ ഒന്നും അല്ല കാര്യം. ഇതിനകത്ത് എഴുതിയത് നീ പ്രമാണിക്കണം. ശൗലിന്റെ കാലത്ത് ഇതൊന്നും ഗണ്യമാക്കുന്നില്ല. അപ്പൊ മന്നായിട്ട് വച്ച പൊൻപാത്രം അകലോന്റെ തന്നെ തളുത്ത വടി നിയമത്തിന്റെ ജീവിതത്തിൽ ഗണ്യമാക്കി. എന്നാൽ വിവരിക്കത്തിൽ ഒത്തിരി വിവരിച്ച് പറയേണ്ട ഭാഗങ്ങളായ പെട്ടെന്ന് നിർത്തുക. ദാവീദ് രാജാവായി കഴിഞ്ഞപ്പോൾ ദാവീദ് പറഞ്ഞു, നമുക്ക് പെട്ടകം കൊണ്ടുവരണം. അപ്പോൾ ദാവീദ് ആൾക്കാരെ സെലക്ട് ചെയ്ത് പെട്ടകം കൊണ്ടുവരാൻ പോയി. അപ്പം പോയപ്പോൾ 30,000 ബിരുദന്മാർ പോയെന്ന 30,000 ബിരുദന്മാര് ചെന്ന് പാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. സരളവരം കൊണ്ടുള്ള വാദിത്രങ്ങളെ കിന്നരം, വീണ, മുരജം, തപ്പ്, തപ്പുരു, കൈത്താളം, ഇലത്താളം, ആട്ടക്കാര്, ചാട്ടക്കാര്, ഓട്ടക്കാര് എല്ലാം ഉണ്ട്. ഇതുങ്ങളെല്ലാം കൂടെ നരടത്തിൽ നിന്ന് താറാവിനെ അടിച്ചിറക്കുന്നത് പോലെ എല്ലാം നിങ്ങൾ അടിച്ചു കയറ്റി പെട്ടകം എടുത്ത് വണ്ടിക്കകത്ത് വെച്ചു. നിങ്ങൾ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിച്ചു. അറിവുള്ള വാക്യമാണ്. ദൈവത്തിന്റെ പെട്ടകം ബാലയഹൂദയിൽ നിന്ന് കൊണ്ടുവരേണ്ടതിന് ദാവീദും കൂടെയുള്ള സകല ജനവും അവിടേക്ക് പുറപ്പെട്ടു പോയി. അവർ ദൈവത്തിന്റെ പെട്ടകം ഒരു പുതിയ വണ്ടിയിൽ കയറ്റി കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. അബീനാദാബിന്റെ പുത്രന്മാരായ ഉസ്സയും അഹിയോവും ആ പുതിയ വണ്ടി തെളിച്ചു. കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ നിന്ന് അവർ അതിനെ ദൈവത്തിന്റെ പെട്ടകവുമായി കൊണ്ടുപോയപ്പോൾ അഹിയോ പെട്ടകത്തിന് മുമ്പായിട്ട് നടന്നു. ദാവീദും ഇസ്രായേൽ ഗൃഹമൊക്കെയും സരളവരം കൊണ്ടുള്ള സകലവിധ വാദ്യങ്ങളോടും കിന്നരം, വീണ, തപ്പ്, മുരുജം, കൈത്താളം എന്നിവയോടും കൂടെ യഹോവയുടെ മുമ്പാകെ നൃത്തം ചെയ്തു. അവർ നാക്കോലെ കളത്തിൽ എത്തിയപ്പോൾ കാലം കേട്ടതുകൊണ്ട് മുസ കൈ നീട്ടി ദൈവത്തിന്റെ പെട്ടകം പിടിച്ചു. അപ്പോൾ യഹോവയുടെ കോപം ഉസ്സയുടെ മേൽ നേരെ ജ്വലിച്ചു. അവന്റെ അവിവേക നിമിത്തം ദൈവം അവിടെ അവനെ സംഹരിച്ചു. അവൻ അവിടെ ദൈവത്തിന്റെ പെട്ടകത്തിന്റെ അടുക്കൽ വെച്ച് മരിച്ചു. അതെ, ആ ഭാഗമെല്ലാം ഒന്നും വിസ്തരിക്കുന്നില്ല. ഇത് പുതിയ വണ്ടിക്കകത്ത് കൊണ്ടുവരിക. പണ്ട് ജാതികള് ഈ പെട്ടകം വിട്ടപ്പോൾ 2 പശുക്കളെ, 2 പശുക്കളെ കിട്ടി വണ്ടിക്ക്. 2 പശു. ഇവിടെ ഇപ്പോഴോ 2 കാള. 2 കാള, പുതിയ വണ്ടി, 30,000 ബിരുദന്മാര്. ഈ പെട്ടകം ഇങ്ങനല്ല കൊണ്ടുവരേണ്ടത്. ആള് കൂടുമ്പോൾ, കാശ് കൂടുമ്പോൾ വണ്ടിക്കകത്ത് കയറ്റുന്നതാണ് ഇത്. ഞാനെപ്പോഴും പറയും, ചിലര് ഈ ഗതികേടായതുകൊണ്ടാണ് ഇങ്ങനെ പങ്കിയിരിക്കുന്നത്. ഇവന്റെ ഈ കാശ് കിട്ടി കഴിയുമ്പോൾ ഇവന്റെ ഇളകും അറിയാം. ഗതികേടായതുകൊണ്ട് അവിടെ നമുക്ക് തോളെ ചുമക്കാന്ന് പറയുന്നത്. ഇവന് കാശ് കിട്ടണം അങ്ങനെ പറയാൻ ഔട്ട് ഓഫ് ഫാഷനാ വണ്ടി കൊണ്ടുവരാൻ പറയും. പക്ഷെ അത് മുന്നോട്ട് പണ്ട് നമുക്ക് അത്ര സാഹചര്യമൊന്നും. സ്തോത്രം. നിങ്ങൾ സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ച. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല. സംഖ്യ 4:15. പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വിശുദ്ധ മന്ദിരവും വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളൊക്കെ മൂടിത്തീർന്ന ശേഷം, അതെല്ലാം മൂടണം, പൊതിയണം. മൂടിത്തീർന്ന ശേഷം ചുമക്കാൻ വരണം. ചുമക്കാൻ വരണം. ഇതാ പ്രമാണം. ആര് വരണം? കെഹാത്യർ വരണം. ഇവിടെ ആരാ വന്നത്? ബിരുദന്മാരാണ്. ഇത് കെഹാത്യർ വരണം വന്ന് ചുമക്കാൻ.
പക്ഷെ ഇപ്പൊ ഇവിടുത്തെ ഇതിന്റെ മുന്നിൽ നിൽക്കുന്ന ആരാ? സ്തോത്രം. അങ്ങനെ വിരുദ്ധന്മാരുമായിട്ട് പോയി ഇത് ചുമന്നത് കൊണ്ട് ഇത് കൊണ്ടുപോ വണ്ടിക്കകത്ത് കയറ്റി. ഇതൊരു വളയം ഇട്ടേക്കുന്ന വളയത്തിനകത്ത് തണ്ട് ചെലുത്തി അത് തോളെ വെക്കേണ്ടത്. തന്നെയല്ല, ഇത് ലേവിനെ കൊണ്ട് ജയിപ്പിക്കാവൂ. നിങ്ങളാണ് 15:2 വായിച്ചത്. ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15:2. അറിവുള്ള വാക്കുകളെങ്കിലും വായിച്ചു. ദാവീദ് ലേവ്യരല്ലാതെ ആരും ദൈവത്തിന്റെ പെട്ടകം ചുമക്കേണ്ടതല്ല. ലേവ്യരല്ലാതെ ആരും ചുമക്കരുത്. ഞാൻ അളിയന, ഉപ്പാപ്പന, കൊച്ചപ്പന, എന്റെ അമ്മയുടെ അളിയത്തിയാ, എന്റെ അമ്മയുടെ ചേട്ടത്തിയാ, എന്റെ പെങ്ങളാ, എന്റെ അളിയന, ഞങ്ങളുടെ ഉപ്പാപ്പന, എന്റെ കൊച്ചമ്മയാ, അതൊക്കെ വീട്ടിനകത്ത്. പെട്ടകത്തോട് ബന്ധപ്പെട്ട് വരുമ്പോൾ ലേവര് മാത്രമേ ചുമക്കാവൂ. നീ മാത്രമല്ല, ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞ് കയറി അങ്ങ് ചുമക്കരുത്. ഞാൻ ഇതിലേക്ക് ചുമന്നിട്ടുണ്ട്, അത് നല്ല കാര്യം. പക്ഷെ പെട്ടെന്ന് ചുമക്കുന്ന വ്യവസ്ഥയുണ്ട്. ഞാൻ 108 കിലോ എന്റെ തോളെ വെച്ചാൽ ഞാൻ ഇപ്പൊ ഇങ്ങനെ വാങ്ങിയിരിക്കുന്നത്. ആയ കാലത്ത് 2 സിമിതിയാണ് ഒന്നിച്ചത്. നീ പഴയ ചുമട്ടുകാരനായിരിക്കും, പക്ഷെ പെട്ടെന്ന് ചുമക്കുന്നതിന് പ്രമാണമുണ്ട്. പെട്ടകം ചുമക്കുന്നതിന് പ്രമാണം അവരെല്ലാം വിവരിക്കുന്നില്ല. ചുമക്കുന്നവർ വിശുദ്ധീകരിക്കപ്പെടണം. നിങ്ങളുടെ ദിനവൃത്താന്തങ്ങളുടെ 1-ാം പുസ്തകം 15-ാം അധ്യായത്തിന്റെ 12 മുതൽ വായിക്കേ. ഞാൻ വേഗത്തിൽ നിർത്താം. നിങ്ങൾ ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ തലവന്മാരല്ലോ. നിങ്ങളും നിങ്ങളുടെ സഹോദരന്മാരും ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പെട്ടകം ഞാൻ അതിന് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരുവാൻ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് കൊള്ളണം. അടുത്ത പദമെന്ന് വായിച്ചേ. ആദി നിങ്ങൾ തന്നെ അത് ചെയ്യായിക കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവ നമുക്ക് ഛേദമുണ്ടാക്കി. 30,000 ബിരുദന്മാര് ഇത് ചെയ്തില്ല. എന്ത് ചെയ്തില്ല? വിശുദ്ധീകരിച്ചില്ല. അത് ആദിയിലെന്ന് എഴുതിയിരിക്കുന്നത്. ബാലയപുതിയിൽ കുന്നിന്മേൽ അഭിരാതാവിന്റെ വീട്ടിൽ നിന്ന് പെട്ടകം കൊണ്ടുവന്നപ്പോൾ വണ്ടിയുണ്ട്, കാളുണ്ട്, ആടുണ്ട്, ഓണമുണ്ട്, മേളമുണ്ട്, 3 ഓർഗൻ വെച്ചിട്ടുണ്ട്, ട്രംസെറ്റ്, സൈഡ് ഡ്രം വെച്ച്, പിന്നെ ശില്പാസ്വരം വരെ, ചിഞ്ചിരി, ഡോലക്ക്, സകല കേസുമുണ്ട്. പക്ഷേ ശുദ്ധീകരിക്കുന്നില്ല. കാശും ഉത്തരവൊക്കെ ഉണ്ട്. ഇന്നോവയും പിന്നെ എന്തുവാ ഓടി BMW, ജാഗ്വാറും, അങ്ങനെ എനിക്കെല്ലാം പറയാനത് എത്രയും ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള മെച്ചപ്പെട്ട വണ്ടിയും ആളും മേളമുണ്ട്, പക്ഷെ ശുദ്ധീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഛേദമുണ്ടാക്കിയത്. അത് ഞാൻ വിവരിക്കുന്നില്ല. ഛേദമുണ്ടാക്കി. ഉസന പെട്ടകം കീഴ്പിടിച്ചു. അവൻ അന്നേരം തീർന്നു. നമ്മളോർക്കണം, അത് പെട്ടകം താഴെ പോയി ഞാൻ പിടിച്ച ഇയാളെ അവനെ തട്ടിക്കളയാൻ കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഉസന പട്ടുപോയി. ആകെ പ്രശ്നമായപ്പോ ദാവീദ് ഈ സന്ദർഭത്തിലായി സങ്കീർത്തനം എഴുതിയത്. യഹോവേ, ഇങ്ങനൊക്കെയാണ് ആരാ താമസിക്കുന്നത്, ആരാ പാർക്കുന്നത്, ഇങ്ങനെയാണ് എന്നാ ചെയ്യും? തൊടുന്നുവൻ താട്ടി പോകുക. ഓർഡിനേഷൻ കിട്ടിയത് ഉത്സാഹിക്കും, പക്ഷേ ആള് തട്ടി നാട് കിടക്കുന്നത് ബോധമില്ലാതെ. സാറപ്പച്ചനാ പുള്ളിക്ക് ഓർഡിനേഷൻ കൊടുത്തത്, അതൊക്കെ നല്ല കാര്യം. TML കൂടെ നടന്നതാണ്, അത് നല്ല കാര്യം. മുളക്കുഴയെ പഠിച്ചത്, അല്ലെ കുമ്പനാട്ട് പഠിച്ചത്, പുനലൂർ പഠിച്ചത്, അതൊക്കെ നല്ല കാര്യം. പുള്ളിയെ പോലെ പ്രസംഗിക്കുന്ന ആൾക്കാരിന്ന് വേണ്ടി, അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഇത് തൊടണമെങ്കിൽ പ്രമാണമുണ്ട്. ദൈവത്തിന്റെ മകത്വം.
പെട്ടകം തൊട്ടപ്പോ ഉസാ തട്ടിപ്പോയി ഇത് മേടിച്ചായിരുന്നു. ഞങ്ങളോട് മേടിച്ച് പറഞ്ഞു, എന്റെ ദൈവമേ ഇങ്ങനെയാണ് ആരാ അതിന്റെ കൂടാരത്തിൽ വസിക്കുന്നത്? വിശുദ്ധ പർവ്വതത്തിൽ ആര്? അപ്പൊ എല്ലാവരും ആ ചിന്ത, ആര് വസിക്കും, ആര് മാറണം, അതിനുള്ള പ്രമാണമാണ് നാടോട് കൊടുത്തിരിക്കുന്നത്. എല്ലാ വാക്യങ്ങളും എടുപ്പിക്കുന്നില്ല, ഒന്ന് രണ്ട് കാര്യം പറഞ്ഞ് നിർത്താം. ദൈവത്തിന് മഹത്വം. അവിടെ എഴുതിയിരിക്കുന്നത് ആ 3-ാം വാക്യം ഒന്ന് വായിച്ചേ. 2-ാം വാക്യം ആദ്യം വായിച്ചു. നിഷ്കളങ്കനായി നടന്ന് എന്ന് പറഞ്ഞാൽ ഈ വാക്യത്തില് 3 കാര്യമാണ്: നടപ്പ്, പ്രവൃത്തി, സംസാരം. അത്യാവശ്യ കാര്യമാണ്. നടപ്പ്, പ്രവൃത്തി, സംസാരം. ഞാനും നിങ്ങളും നമ്മുടെ നടപ്പും പ്രവൃത്തിയും സംസാരവും ക്ലിയർ ആക്കിയാൽ നമുക്ക് അവിടെ പാടാം. ആകാത്ത വഴി നടക്കരുത്, ആകാത്തടത്ത് ചെല്ലരുത്, ആകാത്തതൊന്നും പ്രവർത്തിക്കരുത്. ദാവീദ് പറഞ്ഞു, എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ, അതുകൊണ്ട് എന്റെ കാൽ വഴുതിയില്ല. സ്തോത്രം. ആവശ്യമില്ലാത്ത ഒരു സ്ഥലങ്ങളിലും പോകരുത്. നടപ്പ്, രണ്ട് പ്രവൃത്തിയൊക്കെ നല്ലതായിരിക്കണം. അവിടെ കൂട്ടുകാരൻ എന്നൊരു പദം ഉണ്ടാകുന്ന വാക്യത്തിൽ എങ്ങനെയാണ്? കൂട്ടുകാരനോട്, അവിടെ കൂട്ടുകാരനെന്ന് മലയാളത്തില വേദപഠിതാക്കൾ കേട്ട് പറഞ്ഞത്, ഇംഗ്ലീഷിൽ കൂട്ടുകാരനെ നല്ലെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അയൽക്കാരനെന്നാണ്, നെയ്ബർ എന്നാണ് എഴുതിയേക്കുന്നത്. ഇംഗ്ലീഷിൽ അങ്ങനെയാണോ പറയുന്നത്? അത് ഇംഗ്ലീഷ് ബൈബിളാണോ? ഏതോ ഒരു പരിഭാഷയ്ക്കകത്ത് അയൽക്കാരെന്നാണ് എഴുതിയേക്കുന്നത്, മലയാളത്തിൽ കൂട്ടുകാരനെന്നാണ്. ഇനി അത് തപ്പി പ്രശ്നം ഉണ്ടാക്കണ്ട. 15:3 മലയാളത്തിൽ കൂട്ടുകാരനെന്നാണ്. അല്ല, ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അയലക്കാരനാണ്. അയലക്കാർക്ക് ദോഷമൊന്നും ഒപ്പിക്കരുത്. വിശേഷിച്ച് നമ്മുടെ ബന്ധുക്കോസുകാർ അവര് ദോഷം ചെയ്താലും നമ്മളത് സ്തോത്രം ചെയ്തേക്കണം മിക്കവാറും. എന്തെന്നില്ല മറ്റുള്ളവർക്ക് ഗുണം ചെയ്യണം. അവിടെ ആര് വസിക്കും? ഇങ്ങനെയുള്ളവർ അവിടെ വസിക്കുന്നത്. അപ്പൊ നടപ്പ്, പ്രവൃത്തി, സംസാരം വളരെ അത്യാവശ്യമാണ്. സംസാരം ഞാൻ എപ്പോഴും പറയും, സത്യമേ പറയാം. ഇനി ചില സത്യം പറഞ്ഞാൽ പ്രശ്നം വരികയാണെങ്കിൽ മിണ്ടാതിരുന്നേക്കണം, എന്നാലും കള്ളം പറയരുത്. ഞാൻ ചില സന്ദർഭങ്ങൾ ചിലതിനോട് ചില കാര്യം ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടുകയില്ല. അപ്പൊ അവർ ചോദിക്കുന്നത്, കേട്ടില്ലേ കാര്യം എന്താണ്? കേട്ടു. പക്ഷെ അത് സത്യമായ കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ 2 കുടുംബങ്ങളെ തമ്മിൽ ചിത്രിക്കും, ചില വ്യക്തികളെ തമ്മിൽ ചിത്രിക്കും. സഭയിലാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും, ദൈവദാസന്മാർ തമ്മിലാണെങ്കിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള രംഗങ്ങളിൽ കള്ളം പറയരുത്, എന്നാൽ സത്യം അന്നേരം വിളിച്ച് പറയുകയും ചെയ്യരുത്. ശാന്തമായിട്ടിരിക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം. സമയമാകുമ്പോൾ ദൈവം അത് പരിഹരിച്ചിരിക്കും. ശബത്തിലെടുത്ത് വിറക് കൊടുക്കാൻ പോയി, അവർ വേറൊരു ദിവസം കണ്ടില്ല. ശബത്തിലെടുത്ത് വിറക് കൊടുക്കാൻ പോയി, അവൻ വിറക് കൊടുക്കുന്ന വേറൊരുത്തം കണ്ടു, അന്നേരം ന്യൂസ് കൊടുത്തു. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മളൊന്ന് യോഗത്തിന് പങ്കിയിരിക്കുകയാണ്, അന്നേരം ന്യൂസ് കൊടുക്കും. ഉടനെ വിളിച്ച് വിഷയമുണ്ട് എന്നിട്ട് വന്ന് പങ്കിയിരിക്കുക. ഇവൻ ശബത്ത് വിറക് പറക്കി പോകരുത്, പക്ഷെ ഇവൻ വിറക് പറക്കി. ഇവൻ വിറക് പറക്കുന്ന വേറെടുത്ത് കണ്ടു. ഉടനെ അവൻ അന്നേരം മോശം വിറക് പറക്കി ഫോട്ടോയും വാട്സപ്പിനകത്ത് ഞാൻ കണ്ടെത്തേണ്ട ക്രീം നോക്കിയപ്പോൾ അവൻ വിറക് പറക്കി. അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് ഇതുപോലത്തെ ന്യൂസ് അതിന് പണ്ടും ഉണ്ടാകും. ഇപ്പൊ പറയുന്നവരുടെ വലിയപ്പന്മാര് പണ്ട് നിങ്ങൾ വായിച്ച വാക്യമാര് വിറക് പറക്കിയത് വേദപുസ്തകത്തിലുള്ളതാണ്. സംഖ്യാപുസ്തകം 15 ഒന്ന് വായിച്ചത്. ശബത്ത് നാളിലെടുത്ത് വിറക് പറക്കാൻ പോയി, അത് വേറെ തന്നെ കണ്ടു.
ഞാൻ അധ്യായം ഒന്ന് മറന്നുപോയി. 15:32 വായിച്ചു. 15:32. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലിരിക്കുമ്പോൾ ശബ്ബത്ത് നാളിൽ ഒരുത്തൻ വിറക് പരക്കുന്നത് കണ്ടു. ആ ശബ്ദ നാളിൽ ഒരുത്തൻ പറഞ്ഞു, ഇവൻ പോകരുത്. പക്ഷെ ഇവൻ അന്ന് തന്നെ പോയി. ചിലക്ക് അങ്ങനെ പോകരുതെന്ന് പറയുന്ന അന്ന് തന്നെ ഇവൻ ഞായറാഴ്ച കേസ് മാത്രം എടുക്കുന്ന ഒത്തിരി പേരുണ്ട്. വേറെ മുതൽ ശരി വരെയുണ്ട്. പോകുകയല്ല. സഭായത്തിന്റെ അന്ന വിഷയങ്ങൾ അവൻ അന്ന് തന്നെ പോയി. അടുത്തത് അവൻ വിറക് പരക്കുന്നത് കണ്ടവർ ഇവൻ വിറക് പരക്കുന്നത് അവരെ മോശയുടെ അഹരോന്റെ സർവ്വസഭയുടെ എങ്ങനെയുണ്ട് എന്നാൽ അപ്പൊ ഇവൻ വിറക് പറിച്ചപ്പോ അത് ഇനി ഇത് ആവർത്തിക്കരുത്, തെറ്റാണ്, ചെയ്യരുത് എന്നല്ല. ഇവരുടെ ഇവനെ കൂട്ടിക്കൊണ്ട് അപ്പൊ അവര് ചെയ്തത് അവന് പെടലി വെട്ടുകയല്ല ചെയ്തത്. അവൻ മോശ എന്നാലും ഈ വിഷയം ദൈവസന്നിധി വെച്ചു. കാരണം വിറക് പെറുക്കുന്നവന് എന്തോ ചെയ്യണമെന്നൊരു പ്രമാണം തന്നിട്ടില്ല. മറ്റു വിഷയത്തിലൊക്കെ പ്രമാണം കൊടുത്തു, ഇന്ന പോലെ ചെയ്യണം. പക്ഷെ ശബ്ദമെടുത്ത് വിറക് പെറുക്കുന്നത് കണ്ടാൽ അവനെ എന്നാ ചെയ്യണമെന്ന് പ്രമാണമില്ലാത്തത് കൊണ്ട് ഇവനെ ദൈവസന്നിധി ഇവന്റെ വിഷയം വെച്ചു. ഇവരുമായി കണ്ട താഴോട്ട് പഠിക്കുമ്പോൾ ചില സമയം കഴിഞ്ഞപ്പോൾ ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടു. ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ചില വിഷയങ്ങൾ വരുമ്പോൾ നാം എടുത്തയാണെങ്കിലൊന്നും ചെയ്യരുത്, എടുത്തയാണെങ്കിലൊന്നും പ്രവർത്തിക്കരുത്. ആ വിഷയം ദൈവസന്നിധി വെക്കണം. ദൈവത്തോട് കാര്യം പറയണം. ദൈവത്തോട് വിഷയം പറഞ്ഞ് ദൈവസന്നിധി വെക്കുമ്പോൾ അതിന് ദൈവം ഒരു പരിഹാരം. അപ്പൊ അതുകൊണ്ട് എടുത്തുകാരി മറുപടി പറയുന്നത് സത്യം സംസാരിക്കണം. ഇനി സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ ദൈവത്തിന് സ്വന്തം. വഷളൻ ഇങ്ങനായിട്ട് എണ്ണണം. അങ്ങനെ എണ്ണയാണ് മൊർദെഖായി. ഹാമാൻ വഷളനാണ്. പുള്ളിയുടെ ആഗ്രഹം എല്ലാവരും എന്നെ വണങ്ങണം. മൊർദെഖായി വണങ്ങില്ല. കാരണം മൊർദെഖായിക്ക് പ്രമാണം കൊണ്ട് ദൈവത്തെ മാത്രമേ വണങ്ങാവൂ. അവനെ നിന്ദനായിട്ട് നിന്റെ അനുശോചനം കൊടുത്തിട്ട് അവൻ കഴിവുകൾക്ക് ഒരുക്കി മൊർദെഖായിയെ തൂക്കാൻ. പക്ഷേ മൊർദെഖായി ദൈവത്തോട് പറ്റുന്നത് പടിവാദങ്ങൾ ധ്യാനിച്ചതുകൊണ്ട് ഒരുക്കിയ കഠിനവനത്തിൽ ദൈവം അവനെ തന്നെ തൂക്കി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ദൈവത്തെ പഠിച്ച് നീ ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്കതിനെ കഠിനവരം ഉണ്ടാക്കിയെന്ന് വരാം, പ്രശ്നങ്ങൾ കരുത്തിയെന്ന് വരാം. പക്ഷേ നീ വിശ്വസ്തയോടെ നിന്നാൽ ഒരുക്കിയവനെ ദൈവത്തവനെ തന്നെ തൂക്കും. വചനം നിന്നതിനായിട്ട് യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. അത്യാവശ്യമാണ്. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. ദൈവദാസന്മാരോട് സംസാരിക്കുമ്പോൾ ബഹുമാനത്തോടെ സംസാരിക്കണം. അവര് ദൈവദാസന്മാർ പറയുന്ന കാര്യം ദൈവവചന പ്രകാരമുള്ള കാര്യം അങ്ങനെ അനുസരിക്കണം, കീഴ്പ്പെടണം, വിഘടിക്കരുത്. ആ കാര്യത്തിനൊക്കെ ഞാൻ വളരെ ബഹുമാനിക്കുന്നതിന് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയില്ല. TVMലെ അവരുടെ നടത്തിപ്പ് കാര്യത്തിൽ പറഞ്ഞ അന്നേരം അവരെ അനുസരിക്കും. അവരങ്ങനത്തെ കാര്യമോ പറയുള്ളൂ. സ്തോത്രം. ആ പക്ഷെ പറയുമ്പോൾ ഒക്കരുതാക്കിലൊന്നും അവര് പറയത്തുമില്ല. ഇവിടെ എങ്ങനെ ആയിരിക്കണം? ദൈവോചന പ്രകാരം നല്ല കാര്യങ്ങൾ, ഗുണദോഷങ്ങൾ, അവൻ വചനപ്രകാരമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് അനുസരിക്കണം. അനുസരിച്ചാൽ അനുഗ്രഹമാണ്. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. അവരോട് സംസാരിക്കുന്നത്, ഇടപെടുന്നത്, കൈകൊടുക്കുന്നത്, സമീപനം, ഇതെല്ലാം ബഹുമാന പുരസ്കരമായിരിക്കണം. അങ്ങനെയുള്ളവരെ ദൈവം മാനിക്കും. ഞാൻ എൻ്റെ വാക്കുകളൊന്നും നിർത്തുകയാ. ദൈവത്തിന് മഹത്വം. അങ്ങനെയുള്ളവരാ ദൈവസന്നിധി. ഇങ്ങനെയുള്ളവർ ഒരു നാൾ കുലുങ്ങി പോകത്തില്ല. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും നമുക്ക് ചിലപ്പോൾ നഷ്ടമൊക്കെ വന്നെന്ന് വരാം. എന്നാലും പറഞ്ഞ വാക്കിന് ആ വാക്ക് മനസ്സിലാണ് ഇത്താറ്. സ്തോത്രം. നേർക്ക് നടന്നു. ഞാൻ യുദ്ധം ചെയ്ത് ജയിച്ചു വരുമ്പോൾ എന്റെ മുൻപിൽ വരുന്നതിന് ഞാൻ യഹോവയ്ക്ക് ഹോമയാഗം അർപ്പിക്കും. യുദ്ധം ചെയ്ത് ജയിച്ചു വന്നപ്പോൾ നേരെ മോള് കയറി വരും. അയ്യോ, ഞാൻ യഹോവയോട് പറഞ്ഞുപോയി, എനിക്ക് ദിവസത്തിൽ എടുക്കുന്ന തീരുമാനത്തിന് അടിയുറച്ചു നിൽക്കണം. ഈ രംഗത്തോടാണ് തീരുമാനപ്പെടുന്നത്. സഭാപ്രസംഗിയുടെ പുസ്തകത്തിലൊക്കെ ഉണ്ട്, നേർന്നാൽ നിവർത്തിക്കാതിരിക്കരുത്. സ്തോത്രം. സ്തോത്രം. പണ്ട് ഒരു നാളെ നേർന്നെന്നാ പറഞ്ഞത്. ആ ഭാഷയിൽ ഞാൻ ശരിക്കും പറയാനില്ല. കൊയ്ത്തരുവ കാണാതെ പോയി. അരുവ കൊയ്യുന്ന അരുവ. അപ്പൊ പറഞ്ഞു നേരത്തെ നേർന്ന സംഘമൊന്നും ഞാൻ പറയുന്നില്ല. അപ്പം പറഞ്ഞ് പറഞ്ഞിങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ഇപ്പം വ്യത്യാസം വരുത്തി ഞാൻ പറയുന്നു. അപ്പം അതുപോലെ പറയുന്നില്ല. അപ്പം ഈ മോൾ അമ്മയോട് പറഞ്ഞു കൊടുത്തു,
നേരൻ്റെ അമ്മയെ പൊന്നരുവ എന്ന് പറഞ്ഞാൽ കൊയ്ത്തരുവ പോയതിന് അവിടെ ഒക്കെ നേരം ഞാൻ പൊന്നരുവ അവിടെ പൊന്നരുവ കൊയ്ത്തരുവയാ കാണാതെ പോയത്. അതിന് നേരത്തെ തന്നെ എന്നാ പിന്നെ ആ പൊന്നിന് ഇതുകൊണ്ട് 10 കൊയ്ത്തരുവ മേടിക്കരുത്. കൊയ്ത്തരുവ കാണാൻ എന്ത് കൊയ്ത്തരുവ കാണുന്നെന്ന് പറഞ്ഞപ്പോ മോന് പറഞ്ഞു അമ്മേ നേരൻ്റെ അമ്മയെ പൊന്നരുവ. അടുത്ത പറവ കിട്ടിയാലിട്ട് കൊടുക്കുകയും വേണ്ടത്, കിട്ടിയാലിട്ട് നമ്മുടെ നേർച്ച ചെയ്ത പോലെ ഒരു പ്രാർത്ഥന ഉപവാസത്തിൽ ഒരാൾക്ക് ഒരു നേർച്ച. ഇനി ഞാൻ ഇവിടെ പാട്ട് പാടുന്ന ജീവൻ വെച്ചിടും 2 ആഴ്ച കഴിയുമ്പോ നമ്മളൊക്കെ വചനം കേൾക്കുമ്പോൾ തീരുമാനം എടുക്കുകയല്ലേ. ഇനി എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും ലഘുലേഖയായിട്ട് 3 പറിച്ചു കയറി ഊരോട്ട് കളയും. എന്റെ ലഘുലേഖ പണ്ട് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടൊരു ഉപദേശി അമ്മയിൽ ഒരു ഉണർവുണ്ടായിരുന്നു. പണ്ട് എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോയി നമുക്ക് ഇപ്പം മൈക്ക് സെറ്റ് മേടിക്കണം. എന്റെ ദൈവമേ തിരുവല്ലായിലെ അത് പൊളിച്ചു കളഞ്ഞ ഇപ്പൊ പുതിയ കടയാ. അവിടെ ചെന്ന് ജോലി കയറി ചെന്ന് മൈക്ക് സെറ്റ് മേടിച്ചു എന്തോ ബഹളമായിരുന്നു. അന്ന് എനിക്കൊന്ന് 4000 രൂപ അന്ന് വിലയുള്ളതാണ്. കൊണ്ടുവന്ന് മൈക്ക് സെറ്റ് കൊണ്ടുവന്ന് ജനലിന്റെ അവിടെ കെട്ടിവെച്ചു. ഒരാഴ്ച രാവിലെ കഥാപാത്രങ്ങളെ സുമാരികളെ രോഗികളെ പാട്ടും ബഹളവും. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ചെന്നു. എങ്ങനുണ്ട് പിന്നെ മുന്തം പറയാൻ പോകുന്നു നേരെ എങ്ങനുണ്ട്. അങ്ങനെയുള്ള ധാരാളം ആൾക്കാരുണ്ട്. സ്തോത്രം. നീ നേർന്നായി നിവർത്തിക്കണം. സ്തോത്രം. സത്യം ചെയ്തിട്ട് ചേരാൻ വന്നാലും ഇതാലിനെ പോലെ ആയിരിക്കണം. ഞാൻ നേർന്നു പോയി എനിക്ക് പിന്നാലെ കൂടാ ദൈവസ്ഥിതിയിൽ എന്ന തീരുമാനത്തിൽ നിൽക്കണം. ചിലർക്ക് തീരുമാനമെടുത്താൽ ചിലപ്പം അത് നിൽക്കാനുള്ള ത്രാണി ചിലപ്പം കാണത്തില്ല. ചിലപ്പോൾ സാഹചര്യങ്ങൾ അവരെ വല്ലാതാക്കും. അങ്ങനെയുള്ളവർ നിരന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കണം. എന്റെ കർത്താവേ, ഞാൻ അപ്രാപ്തനാ, ഞാൻ ബലഹീനയാ, എനിക്ക് കഴിവില്ല. പക്ഷേ നിൽക്കാനുള്ള കൃപ ദൈവം എനിക്ക് തരണം. എന്നെ നിർത്തണം, എന്നെ നീ ബലപ്പെടുത്തണം, എന്നെ സഹായിക്കണം. ആത്മാർത്ഥമായി നല്ല മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നീ നശിച്ചു പോകാൻ, തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നടപ്പ്, സംസാരം, പ്രവൃത്തി, തീരുമാനത്തിന് പിന്മാറാതിരിക്കുക. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. അബ്രഹാം ബഹുമാനിച്ചു. ദൂതനാണെന്നോ അറിയുന്നില്ല. 3 പേര്. അബ്രഹാം ആരാ? നമ്മൾ പറയാം അബ്രഹാം ബഹുമാനിച്ചു. പിന്നെ പുള്ളി ആരാ? എന്റെ ഭാഷ പറഞ്ഞ പുള്ളി അത്താവിത്തായൊന്നും അല്ല. 318 അഭ്യാസികളെ പാർപ്പിക്കുന്നവനാണ്. അവർക്ക് ചെലവ് കൊടുത്തു. നമ്മൾ ഒരാളെ തന്നെ പാർപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ആഴ്ചയും 2 പേരുണ്ടായിരുന്നു. അവരങ്ങനെ തീരുമാനിച്ചു മണ്ണ് ഭൂമിയുള്ള കാലങ്ങളിൽ കുടുംബത്തോട്ട് അവരന്നുകൊണ്ട് കട്ടയപ്പടവും. ഇനി പണ്ട് തലയിൽ തന്നെ കമ്പെടുത്തൊടിച്ച് ദൂരോട്ട് ഇട്ടതുപോലെ ഒരു കമ്പ് തോട്ടിലോട്ട് വിട്ടു ഒന്ന് കരക്കോട്ടിട്ട് ഇത് മുറി കൂടുന്ന കാലത്തെ നമ്മൾ തന്നെ വിട്ടുപോകണം. ഉണക്കക്കമ്പ് പച്ചയാണെങ്കിൽ പിന്നെ അത് 2 സ്ഥലത്തോട്ടാണ്. നമ്മുടെ വീട്ടിൽ വരുന്നവരും അങ്ങനെ തന്നെ. ഇനി മേലിൽ
പക്ഷെ അബ്രഹാം അങ്ങനല്ല, 318 അഭ്യാസികളെ. പണ്ട് പ്രസംഗിച്ച് പഠിത്തപ്പോൾ ഞാൻ അബ്രഹാം വലിയ അഭ്യാസിയായിരുന്നല്ലേ, നമുക്ക് രണ്ടുപേരെ നിർത്തി. ആ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ സ്വതന്ത്രം എലീശ പ്രാർത്ഥിച്ച പോലെ നമുക്ക് പ്രാർത്ഥിക്കണം. അത് ഞാനിപ്പോ പറയുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പൊ ഒരു കാര്യം പറയാം, അബ്രഹാം ചെറിയ ആളല്ല, വലിയ ധനാഢ്യന. 13-ാം അധ്യായത്തിൽ വായിക്കുന്നത് ഇങ്ങനെ, അബ്രഹാമും ഭാര്യ അവരോട് ലോത്തും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് തെക്കേ ദേശത്ത് വന്നു. അബ്രഹാം കന്നുകാലി വെള്ളി പോലെ വലിയ സമ്പന്ന, ഒന്ന് വലിയ സമ്പന്ന, 312 അഭ്യാസികളെ വീട്ടിൽ പാർപ്പിക്കുന്ന ചെറിയ ആ മനുഷ്യനാ യഹോവ ഭക്തന്മാരെ. ഇതൊരു കൂറയില്ല, രാവിലെ കഞ്ഞി വെച്ച വൈകിട്ട് അത്താഴത്തിന് ഇല്ല, നല്ലൊരു തുണിയില്ല, 2 ഷർട്ടുണ്ട്, അതിന് ബട്ടൺസും ഇല്ല, ഒരു ചെരുപ്പ് പോലും ഇല്ല, ഒന്നിന്റെ വള്ളി പൊട്ടി, ഒന്ന് പിന്നെ സൂചി കൊണ്ട് കുത്തി തയ്ച്ച് വെച്ചു. ബാഗിന്റെ ഒരു പിടി പോയി, അതുകൊണ്ട് തോന്നലിടാനൊക്കത്തില്ല, കച്ചത്തിൽ വെച്ചുകൊണ്ടാണ്. എന്നിട്ടും അഹങ്കാരത്തിന് വർത്താനം കഴിക്കത്തില്ലേ? തിരുവല്ലായ്ക്ക് വണ്ടിക്കൂലി ഇല്ലാതെ അവിടെ പോയി നോക്കി നിൽക്കാം, വരുന്ന വണ്ടിക്കെല്ലാം ബൈക്കുകാരെ കയ്യാണില്ല. എന്നാലും സംസാരം കേട്ടിട്ടുണ്ടോ? അഹങ്കാരവും നെഗറവും. എന്നെ അറിയത്തില്ലെന്ന് ആർക്ക് ഞങ്ങളുടെ ആർക്ക് തന്നെ അറിയത്തില്ല, പക്ഷെ നിന്നെ അറിയുന്നൊരു ദൈവമുണ്ട്. ചോദിച്ചു നോക്കണം, തിരുവല്ല ബാബു ഏതാണ്? തിരുവല്ല ബാബുവിനെ നാട്ടുകാർക്ക് അറിയത്തില്ലെങ്കിൽ ബാബു നിന്നെ നല്ലതുപോലെ അറിയുന്ന മഞ്ഞപ്പൊടി ജോസ് ഒന്ന് അന്വേഷിച്ചേ. മഞ്ഞപ്പൊടി ജോസ് അവസാനം കടത്തന്നെ. ഞാൻ തമാശ പറഞ്ഞൊന്നുമല്ല. റെയിൽവേ തമ്പി മനസ്സിലാകുന്നുണ്ടോ? വല്ലോ ദൈവത്തിന് മകട്ടും പൊന്തപ്പുഴ കുഞ്ഞമ്പീലി എല്ലാ പരിപാടിയും എല്ലാം പോയത്. നിഗളിക്കരുത്, അഹങ്കരിക്കരുത്, തണ്ട് കാട്ടരുത്, ദൈവസന്നിധി യഥാസ്ഥാനപ്പെടണം. ഞങ്ങളൊരു അമ്മാച്ചനുണ്ടായിരുന്നു, അമ്മയുടെ അമ്മാച്ചനാ. അഹങ്കാരവും ചില വസ്തുവും സ്വത്തുമൊക്കെ ഉണ്ട്, ഭയങ്കര അഹങ്കാരമായിരുന്നു. ഞാൻ എൻ്റെ കൊച്ചുനാളെ പുള്ളിയോട് അന്നേരം പറയുമായിരുന്നു, ഇങ്ങനെ പറയരുത്, ഇങ്ങനെ. പുള്ളി അഹങ്കാര വർത്താനോ പറയുള്ളൂ. എനിക്ക് ഏക്കർ കണക്കിന് വസ്തു കൊണ്ട് ഞാൻ അവസാനം എനിക്ക് സങ്കടമാണ്, ഭയത്തോടെ പറയുന്നത്. ക്യാൻസർ വന്ന് ഇവിടെ വല്ല പായ കൂടെ ഒന്നും കഴിക്കാൻ തരാം, ഇവിടെ ഇങ്ങനെ തിരിക്കകത്ത് വെള്ളം ഒഴിച്ചിങ്ങനെ ഇവിടെ കൂടെ ഇതിനെ കൊടുക്കാൻ തരാം, ഇതിനെ കൂടെ. സങ്കടമുണ്ട്, ഭയമുണ്ട്, ഇതൊക്കെ പറഞ്ഞ് പേടിച്ച മനുഷ്യന്റെ ഗതി ഇതാകട്ടോ. നിൽക്കുന്ന നെപ്പിലാ താഴെ വീഴുന്നത്. എന്തോ കൊണ്ട് നകളിക്കാനാ, എന്തോ കൊണ്ട് അഹങ്കരിക്കാനാ? യഹോവഭക്തന്മാരെ ബഹുമാനിച്ച് യഹോവയെ ഭയപ്പെട്ട് വിശ്വസ്തയോടെ നാട് കൊണ്ട് പുരള പറയാതെ നടപ്പു പ്രവൃത്തി സംസാരം ശ്രദ്ധിച്ച് വിശ്വസ്തരായിട്ട് ഞാൻ നിങ്ങൾ നിന്നാൽ നമുക്ക് ഒരു നാൾ കുലുങ്ങി പോകത്തില്ല, അങ്ങ് ചെല്ലാം. കരമിനത്ത് ദൈവത്തെ സ്തുതിക്കാം, ഒരിക്കൽ കൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ഈ പ്രിയാകാര്യത്തിന്റെ ഒരു വയസ്സൂടെ ദൈവം കൊടുത്തല്ലേ മുമ്പോട്ട് വന്ന കർത്തദാസന്മാരെ ശിരസിനെ കൈവച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്ര സൗഭാഗ്യം ഇത്ര സൗഭാഗ്യം ഇല്ല